നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മാലിന്യ സംസ്കരണ സംവിധാനങ്ങളെക്കുറിച്ചും പ്രക്രിയകളെക്കുറിച്ചും കുട്ടികളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ ഡ്രീംലാൻഡ് പാർക്കിൽ നടന്ന ഹരിതസഭ നഗരസഭാ ചെയർമാൻ പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തമായ പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായ ഒന്നായി മാറി കുട്ടികളുടെ ഹരിതസഭ. മാലിന്യ സംസ്കരണം ഏത് വിധത്തിൽ നടപ്പിലാക്കാമെന്ന് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ഹരിതസഭ സംഘടിപ്പിച്ചത്. ഡ്രീംലാൻഡ് പാർക്കിൽ നടന്ന ഹരിതസഭയിൽ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിനായി നിരവധി പരിപാടികളാണ് നഗരസഭ ഒരുക്കിയിരുന്നത്. നഗരത്തിലെ 22 സ്കൂളുകളിൽ നിന്നായി 250ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. നഗരസഭാ ചെയർമാൻ പി എൽദോസ് ഹരിതസഭയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ശീലം, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ശീലങ്ങളൊന്നുമില്ല, പക്ഷെ എനിക്ക് ഈ വേദിയിലിരിക്കുന്ന പലർക്കും ശീലങ്ങളുണ്ട്, ദുശീലങ്ങളുമുണ്ട്. ആ ശീലങ്ങളും ദുശീലങ്ങളും മാറാതെ ഈ പട്ടണം നന്നാകില്ല എന്ന ഉത്തമമായ ബോധ്യത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മുടെ തൊട്ട് താഴെ കാണുന്നത് ഞാനും നിങ്ങളും കുടിവെള്ളത്തിനായി ഉപയോഗിക്കുന്ന മൂവാറ്റുപുഴ ആറാണ്. ആ മൂവാറ്റുപുഴ ആറിൽ മാലിന്യം നിക്ഷേപിക്കരുത് എന്ന് ബോർഡ് എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ? ഇവിടെ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ചെയ്യുന്ന ഒരു ശീലമാണ് പ്രത്യേകിച്ച് മൂവാറ്റുപുഴക്കാരായ നമുക്കുള്ളത്. അതുകൊണ്ട് ആദ്യമായി ഈ നഗരവാസികൾ അക്കാര്യത്തിൽ കൂടിയൊന്ന് തങ്ങളുടെ ശീലവും ദുശീലവും ഒക്കെ ഒന്ന് മാറ്റി ഈ നഗരസഭയോട്, ഇത് ഞാൻ നിങ്ങളോടല്ലാണ്ട് പറയണം, നിങ്ങളുടെ മാതാപിതാക്കളോടാണ്. അപ്പോൾ എല്ലാവരും ഞാൻ ചോദ്യം ഇടയ്ക്ക് ചോദിക്കും. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും സജ്ജരാകണം എന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു വിദ്യാർത്ഥികൾക്ക് മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇലാഹിയ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഹരിതസഭ മോക്ക് പാർലമെന്റ് ശ്രദ്ധേയമായി. പുനരുപയോഗിക്കാവുന്ന ജൈവമാലിന്യം റോഡ് ടാറിങ്ങിനും മറ്റുമായി ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ജൈവമാലിന്യ നിർമ്മാർജ്ജനത്തിനായി മണ്ണിര കമ്പോസ്റ്റ്, ബക്കറ്റ് കമ്പോസ്റ്റ്, ബയോ സ്ലറി തുടങ്ങിയ പദ്ധതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ഓരോ വീടുകളിലേക്കും എത്തിക്കാനുള്ള പദ്ധതികൾ നടപ്പായി വരുന്നു. അത് സമയബന്ധിതമായി പൂർത്തീകരിക്കും. മൂവാറ്റുപുഴ എക്സൈസ് ഓഫീസ് ഉദ്യോഗസ്ഥൻ AC എൽദോ ലഹരി വിമുക്ത ബോധവൽക്കരണം നൽകി. മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മാലിന്യമുക്ത ബോധവൽക്കരണ പരിപാടി ആകർഷകമായിരുന്നു. മൂവാറ്റുപുഴ നഗരസഭയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന തൊഴിലാളികൾക്കായി സുരക്ഷാ കിറ്റുകളും വിതരണം ചെയ്തു. പന്ത്രണ്ട് പേർക്കാണ് നഗരസഭ സൗജന്യമായി കിറ്റുകൾ നൽകിയത്. മാലിന്യ നിർമ്മാർജ്ജനം ഏത് വിധത്തിൽ നടപ്പിലാക്കാമെന്ന് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നടത്തുന്നതിനായി പോസ്റ്ററുകളും സ്ഥാപിച്ചിരുന്നു. മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് നഗരസഭാ ചെയർമാൻ മറുപടിയും നൽകി. പരിപാടിയിൽ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അബ്ദുൽ സലാം, നിസ അഷ്റഫ്, അമൽ ബാബു, ജോസ് കുര്യാക്കോസ്, ജോളി മണ്ണൂർ, ജാഫർ സാദിഖ്, നഗരസഭാ സെക്രട്ടറി സിമി H, ഹെൽത്ത് സൂപ്പർവൈസർ നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.